ചേച്ചി എന്തുകൊണ്ട് ബമ്പർ ചിരിന്ന് പോകുന്നു? നമ്മുടെ ദേഹത്ത് കൊണ്ട് നമുക്ക് മുറിവ് പറ്റുന്ന പോലൊന്നും ഇല്ലല്ലോ ഇതൊന്നും. അതെന്തോ പൈസയുടെ വിഷയം കൊണ്ടാണ്, ചേച്ചിനെ പുറത്താക്കിയതാണ്, കമന്റ്സ് ആയിട്ടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ആരൊക്കെ എവിടേക്ക് വരുന്നു കമന്റ് പറയുന്നു? നമ്മളെ ആവശ്യപ്പെടുന്നിടത്ത് നമുക്ക് ഡിമാൻഡ് ഉള്ളിടത്ത് നമ്മൾ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഓവർ ആക്ഷൻ ആണ്, ഈ പെണ്ണുപിള്ളയുടെ സൗണ്ട് ഭയങ്കര അരോചകം, ഈ തള്ള എന്തിനാ ഇങ്ങനെ ഇടന്ന് അലറുന്നത്, ഇവർക്ക് ഇച്ചിരി ഒതുക്കി കളിച്ചോട്, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ചേച്ചിയും മഞ്ജു ചേച്ചിയും തമ്മിലുള്ള ഒരു അടുപ്പം അതിപ്പോഴും നമുക്ക് ചില ആൾക്കാരെ കാരണമില്ലാത്ത കാരണത്തെ ഇഷ്ടമല്ലല്ലോ. ചില ആൾക്കാരെ എന്റെ ഭാഗത്തു നിന്ന് വന്നൊരു ഫോട്ടോ എന്താണെന്നറിയാമോ, മഞ്ജു ചേച്ചിയോട് എനിക്ക് ആണെന്ന് എനിക്കൊരു വാക്ക് പറയാൻ പറ്റിയില്ല. എനിക്ക് സ്കിറ്റിനെ പറ്റിയിട്ടോ എന്റെ പെർഫോമൻസിനെ പറ്റിയിട്ടോ ഒരു വിഷമവും ഇല്ല. നമ്മൾ ആ ഒരു മൈൻഡിൽ എടുക്കുന്നുള്ളൂ. എല്ലാ കുറെ കമന്റ് എന്റെ കുടുംബം നോക്കാനും അങ്ങനെ ഞാൻ വരുന്നതാ, എന്റെ പിള്ളേരെ നോക്കാൻ വേണ്ടി വരുന്നതാ. എന്ന രീതി ജഡ്ജസ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസിൽ ആ ഒരു ലിസ്റ്റില് ചേട്ടനുണ്ട്, ഷാജോൻ ചേട്ടനുണ്ട്, ഉണ്ട്. ഒരു കീപ്പ് ഇൻ ടച്ച്. നമ്മളെ എന്നും വിളിക്കുമെന്നോ അതല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ ഇല്ലാത്ത ദിവസത്തെ ആണെങ്കിൽ ചേട്ടൻ പറയാൻ നന്നായിരുന്നു എന്ന്. ബമ്പർ ചിരി ആയിക്കോട്ടെ, ഇതൈറ്റം വേറെ ആയിക്കോട്ടെ, സ്ഥിരമായിട്ട് കണ്ടുവരുന്ന മുഖങ്ങൾ തന്നെ കാണുന്നു, സ്ഥിരമായിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് പേയ്മെന്റ് കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറെ റൂമറുകളുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ലോ, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരേ രീതിയിലാണ് സപ്പോർട്ട്. അതെ അതെ. എന്തിനാ ഒരാളെ മാത്രം എയിം ചെയ്യുന്നത്? കഷ്ടപ്പാടിലെ കലാകാരൻ ഉണ്ടാവുള്ളൂ. സീർക്കൊക്കെ അനുഭവിച്ചതിന്റെ പകുതിയുടെ പകുതി ഒന്നുമില്ല നമ്മള്. അതൊന്നും അത് എന്താ ബിജുകുട്ടൻ ചേട്ടനായാലും അങ്ങനെ അവരുടെ അനുഭവങ്ങളൊക്കെ എവിടേക്കോ ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും അതെല്ലാരും വന്നുപോയി. അവരും അതുപോലെ തന്നെ. ചേച്ചിയുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ കാര്യം. അതെ, സത്യം. ഞാൻ പലയിടത്തും അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിടുക്കാച്ചൊരു അമ്മായിമ്മ ഉണ്ട് കേട്ടോ. ഞാൻ വീട്ടിലുണ്ടെങ്കിലും എനിക്ക് ജോലി ചെയ്യണ്ട, ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും മറന്നു പോന്നേ. കാരണം എന്താ പറയുന്നത്, പരാതി ഇല്ലാത്തൊരു പാവ അമ്മായിമ്മ. ചേച്ചി ഓവർ ആക്ടിങ് ആണെന്ന് പറയുന്ന കുറെ അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം അല്ലടാ. പെർഫോമൻസിന് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അവർ പറയുക, നമ്മൾ ഇത് കേട്ട് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക. നമ്മളെല്ലാവരുടെ പെർഫോമൻസ് വൈസ് ആകുമ്പം എല്ലാം നമ്മൾ മാനിക്കണമല്ലോ. അപ്പം നെഗറ്റീവ് കമന്റ് പറയുന്നവരെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. അവരുടെ ഇതും നമുക്ക് ആവശ്യമാണ്, അവരുടെ അഭിപ്രായം നമുക്ക് ആവശ്യമാണ്. കോമാളിവേഷം കെട്ടിയിട്ട് ചെയ്യുന്നു, അങ്ങനെ ചേച്ചി ചിന്തിക്കാറുണ്ടോ? എന്റെ ഉപജീവനമാർഗം ഇപ്പൊ ഇതാണ്. അപ്പൊ ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, ഏത് വേഷവും കെട്ടാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ഈ കോമാളി എങ്കിൽ കോമാളി, അത് ഇഷ്ടത്തോടു കൂടി തന്നെയാണ്, ഇഷ്ടത്തോട് കൂടി ചെയ്യുന്ന. ക്യാഷ് കിട്ടുന്നതല്ലേ. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പിന്നെ കോമാളി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒത്തിരി ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല, കോമഡി രംഗത്തെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ സുമി ചേച്ചിയാണ്. ചേച്ചി, വെൽക്കം ടു മെയിൻ സ്ട്രീം വൺ. താങ്ക് യു. എന്നാൽ ഈ ലേഡി സൂപ്പർ സ്റ്റാർ ഒക്കെ വേണമായിരുന്നു. അതൊക്കെ വേണം. അങ്ങനെ തന്നെയാണ് ചേച്ചിനെ കാണുന്ന എല്ലാവരും. ചേച്ചി തന്നെ നോക്കി നോക്കിയേ, നമ്മുടെ ഇതൈറ്റം വേറെയില്ലേ, ചേച്ചിക്ക് പകരം വെക്കാൻ വേണ്ടിട്ട് വേറെ ആരുമില്ല. അയ്യോ, ഇഷ്ടം പോലെ വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. ചേച്ചി ചെയ്യ ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറയണ പോലെയാണ്. അത് ശരിയായിരിക്കും, ആനയെന്ന് പറഞ്ഞത് മാത്രം ഞാൻ സമ്മതിക്കാം. പക്ഷെ കഴിവിന്റെ കാര്യത്തിൽ ഞാൻ. അപ്പൊ നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത് ഇതൈറ്റം വേറെ തന്നെയാണ്. പക്ഷെ ചേച്ചി തുടങ്ങിയത് വേറെ പല പ്രോഗ്രാമിൽ കൂടി ആയിരുന്നു. എന്നാലും നമ്മുടെ ഇതൈറ്റം വേറെ, അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. പറയും, എന്താണ് ഇതൈറ്റം വേറെയുടെ ആ ഒരു വിശേഷം? ആ പേരിൽ തന്നെ ഉണ്ട് ഇതൈറ്റം വേറെ എന്നുള്ളത്. തുടങ്ങുമ്പം നോർമൽ ഒരു കോമഡി ഷോ എന്ന് പറഞ്ഞ അതേ രീതിയിലാണ് തുടങ്ങിയത്, പ്രൈസ് മണി. പക്ഷെ ഞാൻ മനോരമയിലെ ബമ്പർ ചിരി കൂടെ വന്നെങ്കിലും അതിൽ 10 പേര് അറിയാൻ തുടങ്ങി. കുറച്ചും കൂടി ഹൈപ്പ് കിട്ടുന്നത് സത്യമായിട്ടും ഈ ഇതൈറ്റം വേറെ തന്നെയാണ്. ചേച്ചീനെയും ഒരു ഐറ്റം വേറെ ആക്കി മാറ്റിയത്. അതിൽ എനിക്ക് മാത്രം അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ല. ടീം മെമ്പേഴ്സ് ആദ്യം ഉണ്ടായിരുന്നത് ഷെജീറേട്ടൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ രണ്ടാമത് എന്താ പറയുന്നത്, കറക്റ്റ് എനിക്ക് പറ്റിയ ടീമിന്റെ കൂടെ ഞാൻ മനോജേട്ടനും അജീഷേട്ടനും, അതുപോലെ നമ്മുടെ ഷോ ഡയറക്ടർ അർജുൻ സാർ, ഇവരെല്ലാം തരുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാ.
ശരിയാണ്. ചേച്ചിയുടെ ഇപ്പം നമ്മള് ഈ പ്രോഗ്രാമിന്റെ ആ ഒരു വ്യൂവർഷിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ചേച്ചി വരുന്ന ആ ഒരു എപ്പിസോഡ്, ആ എപ്പിസോഡിന് ഭയങ്കര ഒരു റീച്ച് ഉണ്ട്. ഇപ്പം ഈ നമ്മുടെ കേരളത്തിലെ പല അമ്മമാർക്കിടയിലും പണ്ട് ഈ സീരിയലിലെ നടിമാരെ കണ്ടിരുന്നത് പോലെയാണ് സുമി എന്ന് പറയുമ്പോ ആ സുമി, ആ ഒരു ലെവല് തന്നെയാണ്. ഇപ്പൊ എന്റെ വീട്ടിലെ അമ്മയാണെങ്കിലും ആ സുമി, ഇപ്പൊ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ പോണ സുമി ചേച്ചിനെ എന്ന് പറഞ്ഞപ്പം ആ സുമിനെടാ, ഇങ്ങനെയാണ്. അത്രയും ഒരു അറിയാമോ? ഇപ്പം ഞാൻ ഇന്നൊരു മരണ വീട്ടിൽ പോയേ. അവർ മരണ വീട്ടിൽ പോയപ്പോ ഇങ്ങനെ നമ്മുടെ തന്നെ റിലേറ്റീവാ, പറയാൻ പാടുണ്ടോന്ന് അറിയത്തില്ല, പെട്ടെന്ന് എന്നെ കണ്ടപ്പോ ഉണ്ടല്ലോ അവരുടെ മുഖത്തൊരു ചിരി വന്നു. എന്നിട്ടാണ് പിന്നെ അയ്യോ എന്നുള്ളത്. എന്നിട്ട് പിന്നെ വന്ന് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. നമുക്ക് അറിയാത്തവർ വന്ന് നമ്മളോട് ഭയങ്കര കാര്യത്തിൽ സംസാരിക്കുക, ഏറ്റവും അടുത്ത ബന്ധുക്കളോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഒരാളോട് പോലെ സംസാരിക്കുന്ന പറയുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇമോഷണൽ ആവുന്നൊരു സ്കിറ്റിന്റെ ഭാഗമായിട്ട് ഞാൻ അത് ചോദിക്കാൻ വരികയായിരുന്നു. ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ചേച്ചി ആ സദ്യനെ കുറിച്ചും ഫുഡിന്റെ കാര്യമൊക്കെ പറയണത്. നമ്മൾ തുടക്കം തന്നെ എന്തിനാ അങ്ങനെ ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ ചോദിക്കാതിരുന്നത്. അല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അത് ഞാൻ ഷെയർ ചെയ്തപ്പോഴേ പലരുടെയും നമ്മുടെ നാട്ടിൻപുറത്തുള്ള, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു എന്താ പറയുന്നേ, ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഒക്കെ പോകുന്നവരുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് ചേച്ചി, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അന്ന് ടിനിച്ചേട്ടൻ ചേച്ചിനോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഷ്ടപ്പാടിലെ കലാകാരൻ ഉണ്ടാവുള്ളൂ. അത് സത്യമായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? അതെ. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ എപ്പിസോഡ് എന്തായാലും പറയുന്നത് ടെലികാസ്റ്റ് അല്ല, ഞങ്ങൾ ആ ഫ്ലോറിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയപ്പോ നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞിറങ്ങിയപ്പോ തന്നെ നസീർക്ക വന്നു. നസീർക്കൊക്കെ അനുഭവിച്ചതിന്റെ പകുതിയുടെ പകുതി ഒന്നുമില്ല നമ്മള്. അത് എന്താ ബിജുകുട്ടൻ ചേട്ടനായാലും അങ്ങനെ അവരുടെ അനുഭവങ്ങളൊക്കെ ഭയങ്കര ഞാനതങ്ങനെ ഓപ്പൺ ആയിട്ട് പറയത്തില്ലായിരുന്നു. പക്ഷെ എന്തോ ആ സ്കിറ്റ് ഭയങ്കരമായിട്ട് അതിന്റെ ത്രെഡ് പറഞ്ഞ അതിന് എന്റെ കൺസെപ്റ്റ് ആയിരുന്നു. എന്റെ ത്രെഡും അതുപോലെ ആ 2 പാർട്ടീഷനായിട്ടുള്ള സംഭവങ്ങളും പിന്നെ കൗണ്ടർ ഫില്ല് ചെയ്തതും റൂട്ടാക്കിയതും എല്ലാം മനോജേട്ടനും അജയ് ചേട്ടനും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ സിറ്റുവേഷൻ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും എവിടേക്കോ ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും അതെല്ലാരും വന്നുപോയി. അവരും അതുപോലെ തന്നെ മനോജേട്ടനും അജയ് ചേട്ടനും എല്ലാരും കഷ്ടപ്പാടി കൂടെ വന്നവരാ. അത് ഞാനും നമുക്ക് ശരിക്കും ഒരു ഇതായിപ്പോയി തോന്നി. കാരണം പലരും ഫ്ലോറിൽ വന്ന് ഇങ്ങനെ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് പറയണവരുണ്ട്, അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ചേച്ചി എന്നൊരാള് ഒരു 3 വർഷത്തിന് മേലെയായി നമ്മള് സ്ഥിരമായിട്ട് ചേച്ചിയെ കാണാൻ തുടങ്ങിയിട്ട്. അതിനിടയിൽ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ചേച്ചിനെ ഒരിക്കൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, നേരി കണ്ടപ്പോഴും ഞാൻ ചേച്ചി അങ്ങനെ കണ്ടിട്ടില്ല. കാവ്യ പറയുന്ന പോലെ നമ്മുടെ ഒരു ആങ്കർ അല്ലല്ലോ, നമ്മള് കൂട്ടുകാരല്ലേ. എന്നെക്കാട്ടി നല്ലൊരു ആർട്ടിസ്റ്റാ കാവ്യ. അത് ഈ പറഞ്ഞ മാതിരി എന്താ ഒറ്റയ്ക്ക് പോരാടി വന്ന ആള്, സ്റ്റാൻഡപ്പ് അല്ലായിരുന്ന മെയിൻ. എനിക്കിപ്പോഴും ക്യാമറ കാണുന്ന പേടിയാട്ടോ, അവിടെ നോക്കത്തില്ല ഞാൻ. നോക്കാതെ ചേച്ചി ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കയ്യിൽ നിന്ന് പോകും, ഉറപ്പല്ലേ. എന്താ പറയാ, ഇപ്പൊ നീ ആയോണ്ടാ ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയത്. മറ്റേതാണെങ്കിൽ കുറച്ചും കൂടി ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ട് പേടിച്ചിട്ടാ. ചേച്ചി ഇങ്ങനെ അല്ലല്ല. ഞാൻ പേഴ്സണൽ ഇന്റർവ്യൂ ആകെ 1 കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം കൂട്ടത്തിരുന്ന് ഇങ്ങനെ പറയുന്നതാ. കൂട്ടത്തിരുന്ന് പറയുമ്പോ കുഴപ്പമില്ലല്ലേ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഭയങ്കര റിസ്കാ. നീ ആയതുകൊണ്ട് കുറച്ച് കംഫർട്ടബിളാ. ഓക്കെ. പിന്നെ മാത്രമല്ല ഇപ്പൊ നമ്മള് ഈ കോമഡീനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ കോമഡിന്ന് വിട്ടിട്ട് കുറച്ച് നാൾ മുന്നേ ഞാൻ ഏഷ്യാനെറ്റിൽ നല്ലൊരു കുശുമ്പി റോളില് കണ്ട്. അതെന്താണ് അങ്ങനെ ഒരു മാറ്റം പിടിച്ചത്? അത് എനിക്ക് തോന്നുന്നു ആ ഡയറക്ടറിന്റെ ഒരു കൺസെപ്റ്റ് ആണേ. ഇപ്പൊ ഞാൻ ആ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമഡിന്ന് വരുന്നവര് ആദ്യം വേലക്കാരി നല്ല റോളാണ്, നല്ല ജോലിയാണ്, എന്നിരുന്നാലും പൊതുവെ ഒന്ന് മാറ്റി ഉടച്ചൊരു ക്യാരക്ടറായിരുന്നു. കാരണം കോമഡിന്ന് വരുന്നവർ എപ്പോഴും ആ ഒരു റോളിലോട്ട് പോകാതെ എന്തുകൊണ്ട് ഒരു ടീച്ചർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് വന്നുകൂടാന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണത്. നിശാന്ത് സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തുനിന്നും. സിനിമ ചെയ്താ ചേച്ചി? സിനിമ ചെയ്തത് 2 ഡബ്ബിങ് കഴിഞ്ഞു. ചെറിയ റോളാണെങ്കിൽ ഇറങ്ങുമെന്ന് ഉള്ള സിനിമ 2 ചെയ്ത് പോവില്ല, കാണാൻ പറ്റും നമുക്ക്. അതെ. എപ്പോഴായിരിക്കും റിലീസും കാര്യങ്ങളൊക്കെ? ഒരെണ്ണം ജൂലൈയിലുണ്ടാവും, ഒരെണ്ണത്തിൻ്റെത് ഡബ്ബിങ് കഴിഞ്ഞു, എന്നാലും കുറച്ച് പാച്ച് ഒക്കെ ചെയ്യാനുണ്ട്. മെയിൻ ആയിട്ട് ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടോ? ഇല്ല, അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ക്യാരക്ടറൊന്നും അല്ലടാ, അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് പോവൂല.
അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രോഗ്രാമിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഒത്തിരി സെലിബ്രിറ്റീസ് കാണുന്നുണ്ട്. അപ്പൊ പലരും പല ഓഫറുകളൊക്കെ തരാറില്ലേ? ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ? ഓഫർ ചിലപ്പോ നീ പറഞ്ഞ മാതിരി നല്ല ക്യാരക്ടർ വരണമല്ലോ, നമുക്ക് അവര് ഓഫർ തരാമെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പ്രതീക്ഷയുടെ ഒരു ഇതാ. പിന്നെ അതുപോലെ ഇത് വരണ്ടേ, വരുമ്പോ തരും. പിന്നെ ഞാൻ കുറച്ച് വിവാദങ്ങളായിട്ടുള്ള പലർക്കും ഉള്ള ഒരു സംശയങ്ങൾ ചോദിക്കാം. ഇപ്പൊ ചേച്ചി എന്തുകൊണ്ട് മഴവിൽ മനോരമയെന്ന് ബമ്പർ ചിരിന്ന് പോകുന്നു, ഫ്ലവേഴ്സിൽ നിൽക്കുന്നു, അതെന്തോ പൈസയുടെ വിഷയം കൊണ്ടാണ്, ചേച്ചിനെ പുറത്താക്കിയതാണ്, അങ്ങനെ അങ്ങനെ പല കമന്റ്സ് ആയിട്ടും സുമി നീ ഫ്ലവേഴ്സിന് മഴവില്ലിനെ മറക്കരുത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അയ്യോ, അത് എന്താ പറയുന്നത്, നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ, ഇപ്പം എന്താ പറയുന്നത്, നമ്മളെ ആവശ്യപ്പെടുന്നിടത്ത് നമുക്ക് ഡിമാൻഡ് ഉള്ളിടത്ത് നമ്മൾ പോകുന്നത്. മഴവില്ലുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലെന്നല്ല, അയ്യോ നാക്ക് ചതിച്ചോ. മഴവില്ലുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. മഴവില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് പ്രൈസ് മണി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കോമഡി ഉത്സവത്തിൽ, ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവത്തിൽ ഫിക്സഡ് പേയ്മെന്റിന് വിളിച്ചു. അപ്പൊ ഇതിനകത്തും ഈ ഐറ്റം വേറെക്കകത്തും എന്നോട് ചോദിച്ചതാ ക്യാരക്ടർ എൻട്രി വേണോ അതോ എന്തെന്നാ പ്രൈസ് മണിയുടെ കോമ്പറ്റീഷൻ, അത് വേറുള്ള ടീമുമായിട്ടല്ലല്ലോടാ, നമ്മൾ മാത്രമായിട്ടുള്ളതല്ലേ, അങ്ങനെ വേണോന്ന് ചോദിച്ചു. ബമ്പർച്ചിരിയിലും അങ്ങനെ തന്നെയായിരുന്നു, വേറുള്ള ടീമുമായിട്ടല്ല, നമ്മളത് എന്താ പെർഫോമൻസ് നമ്മുടെ അതിന്റെ കൗണ്ടറിനനുസരിച്ചായിരുന്നു പ്രൈസ് മണി. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം ഇതിനകത്ത് നിൽക്കുന്ന നല്ലത്. എങ്ങനെയാ, ആദ്യത്തേത് പേയ്മെന്റ് മനോരമയെക്കാട്ടിലും കുറച്ച് കൂടുതൽ കിട്ടിയുണ്ട്, മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാട്ടോ മാറിയതല്ല, അഹങ്കാരം കൊണ്ടൊന്നും മനോരമയെ മറന്നിട്ടൊന്നുമില്ല. ബമ്പർച്ചിരിയിലെ ശ്രുതി മേഡത്തിനോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. അതുപോലെ മഞ്ജു ചേച്ചി, സാബുചേട്ടൻ, നസീർക്ക, അവരൊന്നും ഒരിക്കലും, അവരാണ് ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരെന്നും പറഞ്ഞിട്ടില്ല, അതൊന്നും നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കല്ലേ, മനോരമയായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും മനോരമയെ വിളിച്ചതാണ്. അപ്പം ഇവിടെ ഇപ്പം എഗ്രിമെന്റ് ആയത് കാരണം പോവാത്തതാ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ പാറ്റേൺ അല്ലേ, സെയിം പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാൻ പറ്റത്തില്ല. അല്ലാതെ മനോരമ ഞാൻ സീരിയൽ ചെയ്തായിരുന്നു, കണ്ടില്ലേ? കണ്ടില്ലേ? സൂപ്പർ കൺമണി എന്ന് പറഞ്ഞ സീരിയലൊക്കെ ഞാൻ ചെയ്തായിരുന്നു. അത് ഞാൻ കണ്ടില്ലേ, ഞാൻ ഏഷ്യാനെറ്റില് നമ്മുടെ പ്രോഗ്രാം മുടങ്ങാതെ കാണും, ചേച്ചിക്ക് അറിയാലോ. അങ്ങനെ, അല്ലാതെ ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. വന്ന വഴി ഞാൻ മറന്നിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ള പല പരാമർശങ്ങളും കാണാറുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ തരുന്നില്ലേ, ചില കാര്യങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് കളയൂലേ, ചിലതൊക്കെ ഇടൂലേ, അങ്ങനെ വരുന്നതാ. മനോരമയുടെ പേര് പറഞ്ഞതൊക്കെ ചിലപ്പം സമയത്തിന്റെ ഇത് കാരണം കട്ട് ചെയ്ത് പോകുന്നതായിരിക്കാം. മനോരമ മറന്നിട്ടില്ല. ഇപ്പൊ ചേച്ചി മഞ്ജു ചേച്ചി നിങ്ങൾ തമ്മിൽ ഭയങ്കര, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട ഒരു അവാർഡിന്റെ ടൈമില് ചേച്ചി പറഞ്ഞു ചേച്ചി എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന്. ചേച്ചി ഒരു ദിവസം മുടി ചീകിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ അത് ചേച്ചി തന്നെ പറയും. അതെന്തുവാടാ, രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറി ടൈമില് നമുക്ക് 3 മാസമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എന്താ പറയുന്നത്, സുഖ സംരക്ഷണ ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ TV-ല് കണ്ടതാ. അപ്പൊ ചെയ്തിരുന്ന ആക്ടിവിറ്റി ആയിരുന്നു സത്യം പറഞ്ഞാൽ ചീപ്പെടുത്ത്. അത് ഞാൻ അവാർഡ് ടൈമിൽ പറയുകയും ചെയ്തു. ചിലരത് മോശമായിട്ട് എടുത്തു, ചിലരത് നാച്ചുറൽ ആയിട്ടും എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതാ സംഭവിച്ചത്. കുഞ്ഞുറങ്ങി കിടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മുടി ചീവിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതിന്റെ ആഡ് കണ്ടത്. ആഡ് കണ്ട് ഫസ്റ്റ് എന്നോട് സംസാരിക്കുന്നത് അതിനകത്തെ ഒരു കോർഡിനേറ്റർ ഷൈൻ എന്നോട് പറഞ്ഞു, ഇതുപോലെ 2 മിനിറ്റ് താഴെയുള്ള വീഡിയോ, അതിന്റെ ഫോർമാറ്റ് അറിയത്തില്ലയോ? അറിയാലോ, നമ്മൾ പെർഫോം ചെയ്തല്ലേ. അപ്പൊ അത് 2 മിനിറ്റ് താഴ്ന്ന ഒരു പെർഫോമൻസ്. അപ്പം വേറെ ആരും ഇല്ലല്ലോ, ഞാൻ എന്തെടുത്തു, ആ വിവരം അറിഞ്ഞിട്ട് അതുപോലെ അങ്ങ് വെച്ചപ്പോൾ പറ്റത്തില്ല, വീഡിയോ എടുത്തു തരാൻ ആളില്ല. നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ABCD അറിയത്തില്ല, മറ്റേ നോക്കിയ ഫോൺ തന്നെ മുള്ളുവേലിയും പച്ച ബട്ടൺ ചുമന്ന ബട്ടൺ ഒക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്ന അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ സ്മാർട്ട് ഫോണിന്റെ ഇത്. അപ്പൊ ഞാനതങ്ങ് വിട്ട് കഴിഞ്ഞു. പിന്നെ ഷൈൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിവരം ചോദിച്ചിട്ട് ഇങ്ങനെ പലരും വെച്ചിട്ട് പോകുന്നുണ്ട്, ജസ്റ്റ് ഒരു 2 മിനിറ്റ് എന്തെങ്കിലും ഒരു പെർഫോമൻസ് നിങ്ങൾ ചെയ്തു തരുമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ അത് 5, 10, 15, 50 അങ്ങനെയാണ്. അതുപോലെ പറഞ്ഞു എന്താ പറയാ, മഞ്ജു ചേച്ചിയൊക്കെ പെട്ടെന്ന് ഇരിക്കുന്നു. മഞ്ജു ചേച്ചിയൊക്കെ പെട്ടെന്ന് ഇരിക്കോളൂ. അപ്പൊ ആ ഒരു ഷെഡ്യൂളാ, ഫസ്റ്റ് ഷെഡ്യൂളിലാണ് ഞാൻ വിളിക്കുന്നത്. ഫസ്റ്റ് ഷെഡ്യൂളിന്റെ എന്തോ ഇപ്പൊ 2 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 ദിവസം കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ദിവസത്തെ ഷൂട്ട് കൂടെ വന്നു. ആ സമയത്താണ് അത് ഫസ്റ്റ് ഷെഡ്യൂൾ തന്നെ. മനസ്സിലായോ? ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ചോദിച്ചു.
അങ്ങനെ എന്തായാലും ഫസ്റ്റ് ഷെഡ്യൂൾ മുതൽ ഞാനുണ്ട്. ബബ്ബർച്ചിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ടല്ലേ? അതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ഓർമ്മയിൽ ചേച്ചിയുടെ ഒരു സ്കിറ്റ് ഏതാണെന്നറിയോ? ഞാൻ ചേച്ചിനെ ശ്രദ്ധിച്ച സ്കിറ്റ്, ഇതിപ്പം നമുക്കിത് കാണുന്ന പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചേച്ചി മറ്റേ ഒരു പോത്തിനെ മറ്റേ മുളകിന്റെ, അതാണ് എന്റെ മൈൻഡിൽ കിടക്കുന്ന. അതൊരു എന്റെ കൂടെ നിന്ന് അഭിനയിച്ചത് പോലീസിലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു, ഓർമ്മയുണ്ട്. അപ്പം അത് ഞാൻ എങ്ങനെ വന്നതെന്നറിയാമോ? ഞാൻ ഫസ്റ്റ് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി, എന്റേത് 15 അടിച്ച് ഞാൻ പോയി. അത് ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ ആ സ്കിറ്റ് ചെയ്യാൻ കാരണം ഷൈൻ്റെ സംസാരമാണെന്ന് ഞാൻ പറഞ്ഞത്. ചേട്ടൻ്റെ സംസാരം എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. സത്യം പറഞ്ഞാൽ എത്രയോ 2, 3, 4 തവണ ഞങ്ങളുടെ ആ വീഡിയോ റിജക്റ്റ് ആയി. ഞങ്ങൾക്ക് ഇതിന്റെ എന്തുവാ ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല. കാരണം ഒന്നെങ്കിൽ വേറൊരു വീട്ടിലാണ് പോയി ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പൊ അവിടെ ഈ ലവ് ബേർഡ്സ് ഉണ്ട്, ലവ് ബേർഡ്സ് കിളികൾ. ഇത് ഞങ്ങളെക്കാട്ടി വോയിസ് ആ ലവ് ബേർഡ്സ് കിളികൾക്ക്. വീഡിയോ അവര് പ്രൊജക്ടറിലിട്ട് വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ വാട്സപ്പിൽ ഇത്ര MB കഴിഞ്ഞിട്ട് ഫയല് സപ്പോർട്ട് ആവുന്നില്ല. ഞങ്ങൾ 2 വീഡിയോ ആയിട്ടൊക്കെ അയക്കുന്നത്. ആ പുള്ളി കുറെ റിസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെന്തെന്നാ വേറെ ആപ്ലിക്കേഷൻ വഴി അയച്ചു കൊടുത്തു. അപ്പൊ മേഡം ആദ്യം കണ്ടിട്ട് മേഡം റിജക്റ്റ് ആക്കി, വേണ്ട എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പിന്നെ ഇത് വേറെ ആൾക്കാർ വേറെ ടീം അയച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ വേണം ചോദിച്ചത് ഇത് നേരത്തെ കണ്ടതാണോ? പറഞ്ഞല്ല, ഇത് വേറെ കാണുമായിരിക്കും. അല്ല, അവർക്ക് എന്തെങ്കിലും ഇത് ടാർഗറ്റ് ഉണ്ടാവും. ഏതായി കോർഡിനേറ്റേഴ്സ് ഇന്ന് 10 വീഡിയോ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അവർക്ക് നമ്മളോട്. അപ്പം പുതിയ 10 ആൾക്കാരുടെ പെർഫോമൻസ് പ്രൊജക്ടറിൽ കാണിക്കണം. അന്ന് ഈ കൊറോണ ഒക്കെ നിന്ന സമയത്തല്ലേ. അപ്പം ഞങ്ങളുടേത് ആ വീഡിയോ തന്നെ 2, 3 തവണ പ്ലേ ചെയ്യും. അവിടെ പ്രൊജക്ടറിലിട്ട് കണ്ടിട്ട് ഏറ്റവും അവസാനം അന്ന് നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ പറഞ്ഞു വിട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അവിടെ നിന്ന് വിളിക്കുമ്പോഴും ഇങ്ങനെ പറയുന്നത്, ഡ്രസ്സ് എടുത്തോ, നിങ്ങളുടെ പെർഫോമൻസ് കണ്ട് കൊള്ളൂല എന്നുണ്ടെങ്കിൽ പോണേന്ന്. അപ്പൊ ഞാൻ ഈ കുഞ്ഞും അമ്മയും കൂട്ടുകാരിയും കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, പ്രോപ്പർട്ടി വെച്ചായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങള് വീഡിയോ അയച്ചോണ്ടിരുന്നപ്പോ എന്റെ ഒരു ഇരുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അയലത്ത് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ഫസ്റ്റ് അത്. അപ്പം ഇരുമ്പൊക്കെ വെച്ചിട്ട് ആക്ഷൻ ഒക്കെ ഇട്ടല്ലേ. ആ ഇതില് അവര് ഇരിക്കുന്ന ഗ്രൂമേഴ്സ് ഇരിക്കുന്നതിന്റെ ആ ഹോളിലോട്ട് കയറിയപ്പോ ഞങ്ങൾ 2 പേരും മാത്രം ആന്ന് വെച്ചാ കേൾക്കുന്ന സൗണ്ട്, അത്ര ഹൗളിങ് അവിടെ. ഞങ്ങളോട് പറഞ്ഞു, ചെയ്തോ, വരുമോ, ഇത് വിറച്ചിട്ട് ഒരു രക്ഷയില്ല, ചെയ്യ്. ഒരു 10 തവണ നിർത്തി ഒരു 2 മിനിറ്റ് സാധനം ഞങ്ങൾ ചെയ്തു. അപ്പൊ അതെല്ലാം ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടാ വിളിച്ചത്, ഇങ്ങനാണ് ഫ്ലോറിൽ കയറുന്നുണ്ടെങ്കിൽ ആ മഞ്ഞവെള്ളം വീഴും, ഓർമ്മയുണ്ട് ഒരു മഞ്ഞവെള്ളം. അപ്പൊ ഞാൻ പറഞ്ഞു, നൈറ്റിയും ഇത് നൈറ്റി ഇട്ടോണ്ടാന്ന് ചെയ്യുന്നത്, നൈറ്റിയും ആ പ്രോപ്പർട്ടി ഇല്ലാത്തതിന്റെ ആണ്. പ്രോപ്പർട്ടി എന്തെങ്കിലും ചെയ്തോ? അപ്പൊ ഈ ഷൈൻ ചേട്ടൻ തന്നെ ഒരു പൈപ്പ്, PVC-യുടെ പൈപ്പില്ലേ, അത് പ്രോപ്പർട്ടി ആണെന്നും പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോ കയറി. ഇപ്പൊ ചേച്ചിക്ക് പ്രോപ്പർട്ടി ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? പിന്നെ ഇപ്പം അത് തെളിഞ്ഞു. അല്ല, ആദ്യത്തെ കാര്യം പറഞ്ഞ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞതാ. അപ്പൊ 1, 2 റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മള് പിന്നെ ശ്രമിക്കണോന്ന് പറഞ്ഞതാ. വലിയ ആളായി ചേച്ചി. ഇപ്പൊ നമ്മള് ബമ്പർച്ചിരി ആയിക്കോട്ടെ, ഇതൈറ്റം വേറെ ആയിക്കോട്ടെ, ഇതിലെല്ലാം സ്ഥിരമായിട്ട് കണ്ടുവരുന്ന മുഖങ്ങൾ തന്നെ കാണുന്നു. അവരവർക്ക് മാത്രം അവസരം കൊടുക്കുന്നു. പേയ്മെന്റിന്റെ കാര്യത്തിൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. സ്ഥിരമായിട്ടുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെയുള്ള കുറെ റൂമറുകളുണ്ട്. അതിപ്പോ ഈ എല്ലാ പ്രോഗ്രാമിന്റെ താഴെയും വരുന്ന കമന്റ്സ് ആണ് സത്യം പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു ഇതില് ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇത്തരം പ്രോഗ്രാമുകളിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ആ കമന്റ്സിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഇതിന്റെ ഓഡിഷനും എല്ലാ ഷെഡ്യൂളും നടക്കുന്നുണ്ട്. പുതിയ ആർട്ടിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട്. ചിലപ്പം ചിലര് പേയ്മെന്റ് മാത്രമല്ല, ഇവര് ഒരു തവണയെങ്കിലും പെർഫോമൻസ്. ഞാൻ അങ്ങനെ പോയത് കേട്ടോ. ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്, ഒറ്റ ഒരു പെർഫോമൻസിന് വേണ്ടി പോയതാ ഞാൻ. പിന്നെ അവര് വിളിച്ചു, അപ്പൊ ഞാൻ പുതിയ ആളായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ശ്രമിക്കണം, കുറച്ച് ശ്രമിക്കണം. എന്തായാലും ശ്രമിക്കാതെ കിട്ടത്തില്ലടാ, അതാണ്. കുറച്ച് റിസ്ക് എടുക്കണം. ഞാൻ കുറച്ച് റിസ്ക് എടുത്ത ആളാ. എൻ്റെ കുഞ്ഞുവാവയും അമ്മയ്ക്കാണെങ്കിൽ ആ സമയത്തെ ചെറുതായിട്ട് കൈക്കൊക്കെ വിറയലുണ്ട്. ഞാൻ കുഞ്ഞിനെയൊക്കെ അമ്മ ഏൽപ്പിച്ചിട്ടാണ് സ്റ്റുഡിയോയിൽ വരുന്നത്. ആ കൊറോണ ടൈമൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ എടുത്തോണ്ട് നടക്കുന്നതും ഇതെല്ലാം നമ്മള് കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് ചേച്ചിയുടെ
ഏറ്റവും വലിയ കാര്യം. അതെ സത്യം. ഞാൻ പലയിടത്തും അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിടുക്കാച്ചൊരു അമ്മായിമ്മ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാ എന്താ പറയുന്നത്, എന്നെ ഇപ്പം 1 മണിക്കാ ചെല്ലണ്ട ഒരു പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ 11 മണിയാകുമ്പോഴേ റെഡിയാവും ഇത് എപ്പോഴാ നീ എപ്പോഴാ പോകുന്നേ. ഞാൻ വീട്ടിലുണ്ടെങ്കിലും എനിക്ക് ജോലി ചെയ്യണ്ട, ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും മറന്നു പോന്നേ. കാരണം എന്താ പറയുന്നത്, പരാതി ഇല്ലാത്തൊരു പാവ അമ്മായിമ്മ. അതൊരു ഭാഗ്യം തന്നെ, ഭയങ്കര ഭാഗ്യമാണ്. ചേച്ചി ഓവർ ആക്ടിങ് ആണെന്ന് പറയുന്ന കുറെ പേരുണ്ട്. എല്ലാവരും അല്ല, കുറെ പേരുണ്ട്. ഞാനൊക്കെ ചേച്ചിയുടെ ഫാനാ. അപ്പൊ ആ ഓവർ ആക്ടിങ് ആണെന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമല്ലടാ. പെർഫോമൻസിന് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അവർ പറയുക, നമ്മൾ ഇത് കേട്ട് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരും ഇതും മാനിക്കും. ഓവർ ആക്ടിങ് ആണെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറയും. നല്ലതാണെന്ന് പറഞ്ഞാൽ താങ്ക് യു പറയും. അങ്ങനെ നമ്മളെല്ലാവരുടെ പെർഫോമൻസ് വൈസ് ആകുമ്പം എല്ലാം നമ്മൾ മാനിക്കണമല്ലോ. അപ്പം നെഗറ്റീവ് കമന്റ് പറയുന്നവരെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. അവരുടെ ഇതും നമുക്ക് ആവശ്യമാണ്, അവരുടെ അഭിപ്രായം നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കില്ല അങ്ങനെ ഒരു ഡൗട്ട്, എങ്കിലും പ്രേക്ഷകർക്കുള്ള ഒരു ഡൗട്ടാണ്. ഈ ഫ്ലോറിൽ കിട്ടുന്ന കയ്യടി, ജഡ്ജസിന്റെ ചിരി, ജഡ്ജസ് ശരിക്കും നമ്മളെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളുണ്ട്. അതൊന്ന് ചേച്ചി തന്നെ ക്ലിയർ ചെയ്യും. ഫ്ലവേഴ്സിൽ എന്റെ കൂടെ തന്നെ പെർഫോം ചെയ്ത ആളാണല്ലോ കാവ്യ. ആങ്കർ എന്നുള്ള സാധനം മാറ്റി വെച്ചിട്ട് പറയൂ ചേച്ചി പറ. ഒറിജിനൽ ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തില. ഇപ്പൊ നമ്മൾ അവിടെ ഒന്ന് സ്റ്റോപ്പായി പോയാൽ പോലും അവര് നമ്മളെ കൈയടിച്ച് എൻകറേജ് ചെയ്ത് നമ്മള് ഭയങ്കരമായിട്ട് എന്ത് പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരേ രീതിയിലാണ് സപ്പോർട്ട് കിട്ടുന്നത്. എന്തിനാ ഒരാളെ മാത്രം എയിം ചെയ്യുന്നത്? ചിലർക്ക് പൈസ കൂടുതൽ കൊടുക്കുന്നു. ഇല്ലടാ, ആ ഐറ്റം വേറെ കൂടെ ഏതെല്ലാം ആർട്ടിസ്റ്റുകൾക്ക് സപ്പോർട്ട്. ഈ ക്യാഷിന്റെ രീതി മാത്രമല്ല കേട്ടോ, അല്ലാതുള്ള കാര്യങ്ങൾക്ക് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? നമ്മൾ ഈ സ്കിറ്റ് ചെയ്യുന്നത് ശരിക്കും പലപ്പോഴും നമുക്ക് ചിലപ്പോ മുഖമൊക്കെ ചിലപ്പോൾ ഭയങ്കര വിരൂപമായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പം ഈ ഒരു ഏജിലുള്ള ചേച്ചി ചിലപ്പോൾ ഒരു കുട്ടിയായിട്ട് സ്കൂൾ കുട്ടിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ചിലപ്പം സൗന്ദര്യമോ പ്രായമോ നമുക്ക് മക്കളുണ്ട് ഇതൊന്നും നോക്കാതെ ശരിക്കും ഒരു ജീവിതം പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി കൂടിയല്ലേ നിങ്ങള് ചില സമയത്ത്, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ശരിയാണെന്ന് എനിക്ക് അറിയില്ല, നമ്മൾ കോമാളി വേഷം കെട്ടിയിട്ട് ചെയ്യുന്നു, അങ്ങനെ ചേച്ചി ചിന്തിക്കാറുണ്ടോ? ഇല്ല, എന്റെ എന്ത് പറയുന്നത്, എന്റെ ഉപജീവനമാർഗം ഇപ്പൊ ഇതാണ്. അപ്പൊ ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, ഏത് വേഷവും കെട്ടാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ഈ കോമാളി എങ്കിൽ കോമാളി, അത് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഇഷ്ടത്തോട് കൂടി ചെയ്യുന്ന. ക്യാഷ് കിട്ടുന്നതല്ലേ, നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കോമാളി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ എനിക്കുള്ള ഒരു ഇതായിട്ടല്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ കോമഡി സ്കിറ്റുകൾ ചെയ്യുക, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ളവരെ ഇപ്പൊ ഒരു സിനിമ ആണെങ്കിൽ ഭയങ്കര ഹൈപ്പിൽ കാണുമല്ലോ, സീരിയൽ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിൽ നിന്ന് മാറി ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് കഴിയുമ്പോൾ അത് ഈ സ്കിറ്റൊക്കെ ചെയ്യുന്നു, ഈ ഒരു മെന്റാലിറ്റിയിൽ നോക്കി കാണുന്നവരുണ്ട് കുറെ ആളുകൾ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ചേച്ചി? കുറെ ആളുകൾ അങ്ങോട്ട് മാറ്റി നിർത്തുക. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഇപ്പം എനിക്ക് അങ്ങനെ പേഴ്സണലി ഇതുവരെ നിലവിൽ എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയത്തെ കാര്യം എനിക്കറിയാൻ വയ്യ. നിലവിൽ അങ്ങനെ സുമി കോമഡി ആർട്ടിസ്റ്റ് അങ്ങനെ ഒഴിവാക്കി ഇതുവരെ നിർത്തിയിട്ടൊന്നുമില്ല. ഞാൻ ചേച്ചിയുടെ ആയിട്ടല്ല, മൊത്തത്തില് അങ്ങനെ ഒരു ഇതില് ചോദിച്ചതാണ്. ഇല്ല, പിന്നെ നമ്മുടെ ഈ കലാഭവൻ അതില് മിമിക്സിന്റെ ട്രൂപ്പല്ലായിരുന്നോ അതിൽ വന്ന എത്രയോ ആർട്ടിസ്റ്റുകളെ ഇപ്പൊ വലിയ വലിയ ആൾക്കാരായിരിക്കുന്നത്. ഒത്തിരി പേര് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട്, നടന്മാരായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ അതിനെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പക്ഷെ എങ്കിലും അതിനെ വില കുറച്ച് കാണുന്ന ഒത്തിരി ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വില കുറച്ചും കണ്ടാൽ അത്രേ ഉള്ളൂ. അത് ഞാനും അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത് ഞാൻ ചേച്ചിയുടെ ഒരു സ്റ്റോറി ഉണ്ട്, കേരള സുമി ഫാൻസ് അസോസിയേഷൻ. അയ്യോ, അതാരാന്നോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേരള സുമി ഫാൻസ് അസോസിയേഷൻ. അങ്ങനെ സാധനം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ എന്നോട് ചോദിച്ചു, ഫസ്റ്റ് ഞാൻ ഇട്ട കമന്റ് എന്താ പറയാ, ശിവനേ. അതിന് ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാ. എന്നിട്ട് ഞാൻ ചോദിച്ചു ആരാന്നത്, എനിക്ക് അറിയാനൊരു ആഗ്രഹം. അപ്പൊ എന്നോട് പറഞ്ഞു പറയത്തില്ല, എന്നെ അറിയാവുന്ന ആളാണ്, എനിക്കും അറിയാവുന്ന ആളാന്നാ പറഞ്ഞത്. കുറച്ചുകൂടെ വെയിറ്റ് ചേച്ചി, ഒരു 6 മാസമൊക്കെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, കൂടുതൽ മെമ്പേഴ്സ് ഒക്കെ ആയിട്ട്. എന്നിട്ട്
ഇതിന്റെ ABCD എനിക്ക് അറിയത്തില്ല എന്ന് വേണം പറയാൻ. ചിലരൊക്കെ ചോദിച്ചു അതെങ്ങനെ അതിനകത്ത് അങ്ങത്തും എന്തും അത് അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ചേച്ചി എന്തോ തമാശക്കിട്ടതായിരിക്കും, പിന്നെ ഞാൻ അതെടുത്ത് നോക്കി. അല്ലടാ, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തല്ല. എന്തോ തമാശയാണെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ മനസ്സിലായി ക്രിയേറ്റ് ചെയ്തെന്നല്ലേ അല്ലല്ല, തമാശക്ക് നമ്മൾ എന്തെങ്കിലും ഒക്കെ ഇടില്ലേ കോമഡി ആയിട്ട്, അങ്ങനെ എന്തോ. ഈ ശിവനെ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു അതില്. ഉണ്ടായിരുന്നോ? സ്റ്റോറി ഇട്ടപ്പോ അങ്ങനെ എന്തോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, ഞാൻ ഡയറക്റ്റ് മെസ്സേജ് ഇട്ടേക്കുമായിരുന്നു. അയ്യോ, അത് സ്റ്റോറി ആക്കിയായിരുന്നോ? ചേച്ചി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കൊളാബ് വന്നപ്പം അത് സ്റ്റോറിയാ അത്. പക്ഷെ ഈ ശിവനെ എന്നുള്ള സാധനം ഞാൻ ഡയറക്റ്റ് മെസ്സേജ് ഇടുമായിരുന്നു. ആണോ? അപ്പൊ അതെന്നോട് ചോദിച്ചാൽ എന്താ വേണ്ടേന്ന്. നല്ല വേണം. ചേട്ടൻ ഒരു പക്ഷേ ചേച്ചിയുടെ അടുത്ത് പോവണ്ട എന്നൊരു ഘട്ടത്തിൽ പറയുമായിരുന്നെങ്കിൽ ചേച്ചി പോവാതിരിക്കുമായിരുന്നു? പോവണ്ടെന്നോ? ഒരിക്കലും പറയത്തില്ല പോവണ്ടെന്നോ. അല്ല, അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ അത് നമ്മള് ആ ഏറ്റവും കൂടുതൽ എന്നോട് പോവണ്ടെന്ന് പറഞ്ഞ ഘട്ടം ആ ഫസ്റ്റ് ഞാൻ വരേണ്ട സമയമാണ്. കാരണം ലോക്ക്ഡൗൺ സമയമാണ്. ഞങ്ങൾ കള്ള ലെറ്ററൊക്കെ എഴുതിയിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമുക്കിങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പം ലെറ്റർ കൊടുക്കണമായിരുന്നല്ലോ. പോലീസ് ചെക്കിങ് ഓരോ ബോർഡറിലും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ടൈം ഒക്കെ കാറൊക്കെ എടുത്തിട്ടാ വരുന്നത്. അപ്പം ഒരു ലെറ്റർ എഴുതും, അടുത്ത ഹോസ്പിറ്റലിൽ പോവാണ്, കുഞ്ഞു ഉണ്ടല്ലോ, കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ. പിന്നെ നമ്മുടെ ഇത് ഐറ്റം വേറയില് ചേച്ചിയുടെ പെർഫോമൻസിനപ്പുറം വൈറലായ ഒന്നാണ്, എല്ലാവർക്കും അറിയാം, ചേച്ചി എന്നാ തെറ്റിച്ചത്. ഞാൻ ലൈവ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഉണ്ടായിരുന്നു ആ ഷെഡ്യൂളില്, തെറ്റിച്ച ഷെഡ്യൂളില്. അതെന്താ സംഭവിച്ചത് ശരിക്കും? അത് ടങ് സ്ലിപ്പ്. അത് മനസ്സിൽ തോന്നുന്ന കാര്യം വെളിയിലോട്ട് വരാതിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മള് ഇതാണെന്നറിയാം, പക്ഷെ അത് എന്താ പറയുന്ന തെറ്റിപ്പോവാ. പക്ഷെ ഈ ശരിക്കും അത് ഫ്ലോറിൽ അത്രയും വലിയൊരു കോമഡി ആയില്ല എന്ന് തോന്നുന്നുണ്ട്. ഡിജിറ്റല് വന്നപ്പോഴാണ് അതിന്റെ ഒരു ലെവല് വേറെ ആയിപ്പോയി. അതിന്റെ ഷോട്ട്. അപ്പം നമ്മള് നോർമലി ഇങ്ങനെ ടങ് സ്ലിപ്പ് വരുന്നതോ അല്ലെ ആൾക്കാർ മറന്നുപോയി നിൽക്കുന്നത് എല്ലാം എഡിറ്റ് പോവല്ലോ. നമ്മുടെ നല്ല വശം മാത്രല്ലേ വരുള്ളൂ. അപ്പം നമ്മള് നോർമലി ഒരു സ്കിറ്റ് കണ്ടു. സ്കിറ്റ് 50 മാർക്കായിരുന്നു തോന്നുന്നു അതിന്. അത് കണ്ടു. ഇങ്ങനെ ഇരുന്നൊരു സന്ധ്യയൊക്കെ ആയപ്പോ ഉണ്ടല്ലോ ഒരു ഷോർട്സ് വരുന്ന ഹെർ സ്കില്ലെന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെയോ അതിനി സ്കിറ്റിനകത്ത് കാണിച്ചപ്പോ പോലും അതിന് അത്രയും ഒരു റീച്ച് ഉണ്ടായിരുന്നില്ല. അത് കട്ട് ചെയ്ത് പോർഷൻ മാത്രം ഹെർ സ്കില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ അത് ഇങ്ങനെ ടങ് സ്ലിപ്പ് ആവുന്നത് പിന്നെയും അത് എടുത്തു പറഞ്ഞ് ഷാജോൻ ചായന്റെ ആ ഒരു ക്ലാപ്പും ചിരിയും കൂടെ വന്നപ്പോഴത്തേക്ക് അത് വേറെ ലെവലിൽ പോയി. ആള് മാത്രല്ല ആ ഒരു ടൈമില് ചേച്ചി ഇങ്ങനെ പറയണ സമയത്ത് വിനോദേട്ടന്റെ അവിടെ ചിരി ഇങ്ങനെ പിടിച്ചു നിൽക്കായിരുന്നു. ശരിയാ, അവര് ആ പറയാനുള്ള സമയം എനിക്ക് തന്നെന്നുള്ളതാ. അവർക്കും ചിരി വരുന്നുണ്ട്. ഞാൻ എന്താ ചേട്ടാ പറയണത്? ഞാൻ എന്തൊക്കെയാ ചേട്ടാ ഈ പറയുന്നേ? എനിക്കെന്തോ പറയൂടാ. സ്കിറ്റ് ഇങ്ങനെ നമ്മള് ഫസ്റ്റ് കേറി പഞ്ചില് എന്തോ ഒരു വേർഡ് പറയുമായിരുന്നു, മറന്നുപോയി. അപ്പൊ അത് താന്നു പോവരുത്. ഫസ്റ്റ് കേറുന്നവര് സ്കിറ്റ് കെട്ടിക്കൊണ്ട് വരുവാന്ന് പറയത്തില്ല. അപ്പൊ അത് കാരണം ഞാൻ താഴ്ത്തുന്നു, ഞാൻ അലറിക്കളിക്കും. അതിപ്പം ഓവർ ആക്ഷൻ ആയാലും മറ്റായാലും അതൊന്നും എന്നെ ബാധിക്കത്തില്ല. നമ്മുടെ ദേഹത്ത് കൊണ്ട് നമുക്ക് മുറിവ് പറ്റുന്ന പോലൊന്നും ഇല്ലല്ലോ ഇതൊന്നും. ആരൊക്കെയോ എവിടേക്ക് വരുന്ന കമന്റ് പറയുന്നു. ചേച്ചിനെ വിഷമിപ്പിച്ച ഏതെങ്കിലും കമന്റ്സ് ഉണ്ടായിരുന്നു? എന്നെ പെർഫോമൻസ് വൈസ് എന്റെ കമന്റ് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. പേഴ്സണലി അങ്ങനെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടായിരുന്നു? എടാ, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഓവർ ആക്ഷൻ ആണ്. ഈ പെണ്ണുപിള്ളയുടെ സൗണ്ട് ഭയങ്കര അരോചകം. ഈ തള്ള എന്തിനാ ഇങ്ങനെ നലറുന്നത്? ഇവർക്ക് ഇച്ചിരി ഒതുക്കി കളിച്ചോണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പരമാവധി ചില സ്കിറ്റുകളിൽ ഒതുക്കാൻ പറ്റുന്ന സ്കിറ്റുകളിൽ ചെയ്യുന്നുണ്ട്. ഇല്ലാതെ മനസ്സറിയാതെ കൈവിട്ട് പോകുന്ന സ്കിറ്റിലൊക്കെ അലറുന്നുണ്ട്. എനിക്ക് സ്കിറ്റിനെ പറ്റിയിട്ടോ എൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടോ കമന്റ് ഇടുകയാണെങ്കിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. നമ്മൾ ആ ഒരു മൈൻഡിൽ എടുക്കത്തുള്ളൂ. അല്ലാതെ കുറെ കമന്റ് വരുവാ. അതാ വിഷമം. എന്നുവെച്ചാൽ എന്തുവായാലും പറഞ്ഞ മാതിരി എൻ്റെ കുടുംബം നോക്കാനും ചേട്ടന് ജോലി ഉണ്ട്. എന്നാലും നമ്മൾ പറയുന്ന ഇപ്പൊ ഈ വന്ന കാലത്ത് രണ്ടുപേരും ജോലിക്ക് പോണ്ടേ. അപ്പം അങ്ങനെ ഞാൻ വരുന്നതാ, എൻ്റെ പിള്ളേരെ നോക്കാൻ വേണ്ടി വരുന്നതാ. അപ്പം എൻ്റെ ഈ പറയുന്നത് കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഫ്രണ്ട്സ് അല്ലാതെ തന്നെ നമുക്കും എന്നെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ അത് വീടിന്റെ അടുത്തുള്ളവരതിപ്പം ഞാൻ താമസിച്ചിരുന്ന വീടിന്റെ അടുത്തായാലും നമുക്ക് ചില ആൾക്കാരെ കാരണമില്ലാത്ത കാരണത്തെ ഇഷ്ടമല്ലല്ലോ. ചില ആൾക്കാരെ അങ്ങനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇത് എവിടെയോ ഇരുന്ന് എഴുതി
പെർഫോമൻസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അല്ലാതെ നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതി ഉള്ള കമന്റ്സ്, അതും വെറും വൾഗറായിട്ടുള്ള കമന്റ്സുകൾ എഴുതി അയക്കുമ്പോ അത് കാണുമ്പോ എന്തായാലും എന്റെ ഫാമിലിക്ക് എല്ലാവർക്കും വിഷമം വരത്തില്ലേ? എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ചേച്ചിയുടെ അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് നേരത്തെ നമ്മൾ അറിഞ്ഞായിരുന്നു. പക്ഷെ ചേച്ചിയുടെ ഒരു കഴിവ് ചേച്ചി കണ്ടെത്തിയത് എന്നായിരുന്നു? ചെറുപ്പത്തിലായിരുന്നു? എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു കഴിവുണ്ട്, ഞാനൊരു കലാകാരിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഏതായിരുന്നു? ഞാൻ ഇപ്പോഴും പറയത്തില്ല ഞാൻ ഒരു കലാകാരിയാണെന്ന്. എടാ അമ്മ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതലേ അമ്മ ഇതിന് പോകും. സത്യം പറഞ്ഞാൽ അപ്പം ഞാനും ചേച്ചിയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, അമ്മ എന്തിനാ നമ്മളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല ഇല കളയുന്ന സംഭവം, അതൊക്കെ കറക്റ്റ് കാര്യങ്ങളാ. അതുപോലെ ഞങ്ങൾക്ക് എന്നും ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് മൈദാമാവ് ഇങ്ങനെ കലക്കി വെച്ചിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ തേങ്ങ, നല്ല ടേസ്റ്റ് ആട്ടോ, തേങ്ങയും പഞ്ചാരയൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊരു സാധനം എന്നും ചേച്ചി ഉണ്ടാക്കും. ഞങ്ങൾ രണ്ടുപേരും അതൊക്കെയാ കൊണ്ടുപോയി കഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പം അതൊക്കെ വിറ്റാ ഞാൻ മീൻ വെട്ടുമെങ്കിൽ ചേച്ചി ചോറ് വയ്ക്കും. അങ്ങനെല്ലാം നല്ല രീതിയിൽ തന്നെ പോയിട്ടുള്ളത്. പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഫുഡുണ്ട്, പക്ഷെ അമ്മ ഇല്ലാത്തതിന്റെ കുറവുകളും ഉണ്ട്. അമ്മ ഉണ്ടാവില്ല. അപ്പം അമ്മ ഓണത്തിന് ക്യാമ്പിനൊക്കെ പോകുമ്പോഴും അല്ലാതെ ചെയിൻ പ്രോഗ്രാം ഒക്കെ വരുമ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കാ. അപ്പൊ നമ്മളിങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് അമ്മ എന്തിനാ പോകുന്നത്, നമുക്ക് നമ്മുടെ കൂടി പറയാം, അഖിലയുടെ അമ്മയൊക്കെ വീട്ടിലുണ്ട് ഞങ്ങളിങ്ങനെ പറയാം. പക്ഷെ ഇപ്പഴാ അമ്മ എന്തിനാ പോകുന്നത് അതൊക്കെ ഇപ്പഴാ പറയാറുണ്ട്. അങ്ങനെ ഇവര് പറയും, എന്റെ പിള്ളേര് പറയും അമ്മ എന്തിനാ എപ്പോഴും ഓർഡറാ എന്നാ വരുന്നേ. അപ്പം ഇവർക്ക് മൂത്ത ആളൊന്നില്ല, രണ്ടാമത്തെ ആൾ LKG. അപ്പം മറ്റന്നാ വരുമെന്നൊന്നും പറഞ്ഞാൽ അറിയത്തില്ല. അപ്പൊ ഞാൻ പറയും നാളെ കഴിഞ്ഞ് നാളെ വരും അങ്ങനെ പറയും. ചേച്ചി, ഇനി നമുക്ക് ഈ ജഡ്ജസിന്റെ കാര്യത്തിലേക്ക് ഒന്ന് വരാം. ചേച്ചീനെ അല്ല, ഞാൻ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്. ചേച്ചിയും മഞ്ജു ചേച്ചിയും തമ്മിലുള്ള ഒരടുപ്പം അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? എന്റെ ഭാഗത്തു നിന്ന് വന്നൊരു ഫോട്ടോ എന്താണെന്നറിയാമോ? മഞ്ജു ചേച്ചിയോട് എനിക്ക് പറയാൻ പറ്റിയില്ല, ചേച്ചി ഞാൻ ചാനല് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, പോവാണെന്ന് എനിക്കൊരു വാക്ക് പറയാൻ പറ്റിയില്ല ആ സമയത്ത്, അതായത് മാറിയ സമയത്ത്. പിന്നെ മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു എപ്പോഴാണോ പറയുന്നത് എന്ന് വെച്ചാൽ കാര്യത്തില്ല കേട്ടോ, കുറ്റപ്പെടുത്തിയൊന്നുമല്ല. ആ ഒരു കോണ്ടാക്ട് ഇപ്പോഴും ഉണ്ട്. പിന്നെ ആരാണ് ഇപ്പൊ ജഡ്ജസ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസിൽ ആ ഒരു ലിസ്റ്റില് ചേട്ടനുണ്ട്, ഷാജോൻ ചേട്ടനുണ്ട്, പിന്നെ എങ്ങനെ പറയുന്നത്, ഒരു കീപ്പ് ഇൻ ടച്ച്. നമ്മളെ എന്നും വിളിക്കുമെന്നോ അല്ലാതെ അതല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ ഇല്ലാത്ത ദിവസത്തെ ആണെങ്കിൽ ചേട്ടൻ പറയാൻ നന്നായിരുന്നു എന്ന് ആ ഒരു ചേച്ചി ഏറ്റവും നമുക്ക് തോന്നില്ലേ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന്? ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടൊരു കാര്യമുണ്ട്. എന്തോ? അതായത് ഞാൻ കാരണം വേറൊരാൾ ഹേർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. എന്തുവായിരുന്നു? അതായത് എനിക്ക് അറിയാത്തതുകൊണ്ട് ആ ടൈമിൽ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് തോന്നിയൊരു സാധനമുണ്ട്. ഞാൻ ബമ്പർച്ചിരി വെച്ച് സ്കിറ്റ് ചെയ്തു. ഞാനും ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. സ്കിറ്റ് ഒരു ചപ്പൊക്കെ വരുന്ന സ്കിറ്റ്, എന്താ പറയുക, റോഡ് സൈഡൊക്കെ തൂക്കുന്നൊരു സ്കിറ്റ്. അപ്പം ആ ചേച്ചി 3 പിള്ളേര് ഉണ്ട്. ഭയങ്കര പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വന്ന് റിഹേഴ്സൽ ചെയ്ത് അന്ന് തന്നെ പോകുന്ന ആളായിരുന്നു. അപ്പം റിഹേഴ്സൽ പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ഫ്ലോറിൽ വരുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ മേഡത്തിനെ കാണിക്കുമല്ലോ. അപ്പോൾ ഓക്കെ പിറ്റേന്ന് ഷൂട്ടായപ്പം പെർഫോമൻസിന് കയറിയപ്പം ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി. വന്നു, ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാഗായി, പിന്നെ വേറൊരു ഡയലോഗ് പറഞ്ഞു. അന്ന് എനിക്ക് ഇട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല എന്ന്. ഫ്ലോറിൽ വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോയി. പക്ഷെ അത് ഞാൻ പറഞ്ഞത് ആ ചേച്ചിക്ക് എന്തുമാത്രം ഹേർട്ടായി കാണും, അത് ഞാൻ പിന്നെ ചിന്തിച്ചു കേട്ടോ. ചേച്ചി പിന്നെ വന്നിട്ടുണ്ടോ? നമ്മള് സംസാരിക്കുകയൊക്കെ ചെയ്യും. പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടുണ്ടോ എനിക്കറിയാൻ വയ്യ. ഡാൻസറാ. വന്നിട്ടുണ്ടാവണം കേട്ടോ, വന്നിട്ടുണ്ടാവും.
അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി അത് കട്ട് ചെയ്ത് പോകുന്നാ വിചാരിച്ചത്. ആണോ? അത് പോയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാധനം ഞാൻ അങ്ങ് ബ്രേക്ക് ചെയ്തു. അതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ വന്നു. ടെലികാസ്റ്റ് ചെയ്തപ്പോ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. പുള്ളിക്കാരിക്കും വിഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പോയി. അത് ആ ചേച്ചിയുടെ കാരണത്താലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഞാനങ്ങ് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ചേച്ചിക്ക് കുറെ വെറൈറ്റി ടൈപ്പ് ഓഫ് ചിരികളുണ്ട്. ചേച്ചി ഇറക്കുന്ന കുറെ ചിരികളുണ്ട്. കിളിയുടെ പോലത്തെ ചിരി. ഫസ്റ്റ് സൈക്കോ ചിരിയാണ് നമുക്ക് ഹിറ്റ് ആയത്. സൈക്കോ ചിരി ഇരിക്കും. സൈക്കോടാ പദമായെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയൊക്കെ വരും. ഹാപ്പിയാണ്. അപ്പോ മൊത്തത്തിലെ ഹാപ്പിയാണ്. ഞാനിപ്പോ എന്തായാലും സിനിമ കാര്യങ്ങളെല്ലാം പുറകെ വരുന്നുണ്ടെന്ന് ചേച്ചി തന്നെ പറഞ്ഞു. നമ്മളതെല്ലാം കാണാം. ഇനിയും ചേച്ചിക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. താങ്ക് യു.